ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും PSC വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് പൊതുവിജ്ഞാനമാണ്. കുറച്ച് പൊതുവിജ്ഞാനമാണ് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൊഗനിക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി നദിയിലാണ് ഹൊഗനിക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൊഗനിക്കൽ വെള്ളച്ചാട്ടം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട് സംസ്ഥാനത്തെ ധർമ്മപുരി ജില്ലയിലാണ്. ധർമ്മപുരി ജില്ലയിലാണ് ഹൊഗനിക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്തിരിക്കുന്നത്. അത് കാവേരി നദിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 4 കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം? നമ്മുടെ കരയിലെ ഏറ്റവും വലിയ മൃഗമായ ആനയാണ് 4 കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം. അടുത്ത ക്വസ്റ്റ്യൻ, നാവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുനാവയിലാണ്. എളുപ്പമുണ്ട് പഠിക്കല്ലേ. നാവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുനാവായയിലാണ്. അതിൽ തന്നെയുണ്ട് നാവ എന്നുള്ളതല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, നാവിക പരിശീലന കേന്ദ്രമായ INS വെണ്ടുരുത്തി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. നാവിക പരിശീലന കേന്ദ്രമായ INS വെണ്ടുരുത്തി സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊച്ചിയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഫിലിം ആർക്കൈവ്സിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പൂനെയാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് നാഷണൽ ഫിലിം ആർക്കൈവ്സിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ന്യൂഡൽഹി. നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലെ ഹൈദരാബാദിലാണ്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. അപ്പോൾ നാവിക പരിശീലന കേന്ദ്രമായ INS വെണ്ടുരുത്തി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ. നാഷണൽ ഫിലിം ആർക്കൈവ്സിൻ്റെ ആസ്ഥാനം പൂനെ. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈദരാബാദ്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഭോപ്പാൽ. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. അപ്പോൾ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ്. ഈ കേസുമായിട്ട്, അതായത് നാഷണൽ ഹെറാൾഡുമായിട്ട് ബന്ധപ്പെട്ട പത്രവുമായി ബന്ധപ്പെട്ട വസ്തുവകകളൊക്കെ, സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ റീസെൻ്റ്ലി ED കണ്ടുകെട്ടി. നാഗാർജുന സാഗർ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ നാഗാർജുന സാഗർ ഡാം ലൊക്കേറ്റ് ചെയ്യുന്ന സംസ്ഥാനം ഏതൊക്കെ സംസ്ഥാനത്തിനിടയ്ക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ പൽനാട് ജില്ലയ്ക്കും തെലങ്കാനയിലെ നൽഗോണ്ട ജില്ലയ്ക്കും ഇടയ്ക്കാണ് നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നാഗാർജുന സാഗർ ഡാം കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലെ പൽനാട് ജില്ലയ്ക്കും തെലങ്കാനയിലെ നൽഗോണ്ട ജില്ലയ്ക്കും ഇടയ്ക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. നീലഗിരി പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ ചവറയുടെ അടുത്താണ് നീണ്ടകര ഫിഷിംഗ് ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ. നൂൻമതി എണ്ണ ശുദ്ധീകരണ ശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസം. അപ്പോൾ നമ്മൾ പഠിച്ചു, നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. നീലഗിരി പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. നീലഗിരി തമിഴ്നാട് സംസ്ഥാനത്താണ്. ആ നീലഗിരിയിലാണ് നമ്മുടെ ഊട്ടി എന്ന് പറയുന്ന സുഖവാസ കേന്ദ്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിലാണ്? കൊല്ലം. നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ. നൂൻമതി എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ്? അസം. നൂർജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ പ്രകാശം. നൂർജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലോകത്തിൻ്റെ പ്രകാശം എന്നാണ്. നൂർജഹാൻ്റെ പഴയ പേര് മെഹറുന്നിസ എന്നാണ്. നൂർജഹാൻ്റെ പഴയ പേര് മെഹറുന്നിസ. 100ാമത്തെ സാഹിത്യ നൊബേൽ ജേതാവാണ് JM കോട്സെ. 100ാമത്തെ സാഹിത്യ നൊബേൽ ജേതാവാണ് JM കോട്സെ. അടുത്ത ക്വസ്റ്റ്യൻ, പച്ചയില ചുവപ്പ് പ്രകാശത്തിൽ കാണപ്പെടുന്ന നിറം കറുപ്പാണ്. പച്ചയില ചുവപ്പ് പ്രകാശത്തിൽ കറുപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. പട്ടടയ്ക്കൽ മന്ദിരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്താണ്. പട്ടടയ്ക്കൽ മന്ദിരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകം. പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച സമ്മേളനം ബാന്തൂങ് സമ്മേളനമാണ് പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ചത്. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ. പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത്, പഞ്ചാബിലെ നദികളിൽ 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നതാണ് പഞ്ചാബ് അല്ലേ. പഞ്ചാബിലെ നദികളിലെ ഏറ്റവും വലുത് സത്ലജ് ആണ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന നേതാവ് ലാല ലജ്പത് റായ്. അപ്പോൾ പട്ടടയ്ക്കൽ മന്ദിരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകം.
പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച സമ്മേളനം ബാന്തൂങ് സമ്മേളനം. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ്. പഞ്ചാബിലെ നദികൾ ഏറ്റവും വലുത് സത്ലജ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന നേതാവ് ലാലാ ലജ്പത് റോയ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പഞ്ചായത്തി രാജ് സംവിധാനത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായി പഞ്ചായത്തി രാജ് എന്ന സംവിധാനത്തിന് ആദ്യമായി ആ പേര് നൽകിയത് ആരാണ്? നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത്. പഞ്ചായത്ത് രാജ് ദിനമായി നമ്മൾ ആചരിക്കുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി 19 പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പമ്പയുടെ പതനസ്ഥാനം. വേമ്പനാട്ട് കായലിലാണ് പമ്പ പതിക്കുന്നത്. പമ്പ എവിടെയാണ് പതിക്കുന്നത്? വേമ്പനാട്ട് കായൽ. അടുത്ത ക്വസ്റ്റ്യൻ, പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ഏക വനിത. കാരയ്ക്കലമ്മയാണ് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ഏക വനിത എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയിപ്പറ്റ പന്തിരുകുലത്തിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു? 12 കുട്ടികളുണ്ടായിരുന്നു. ഐതിഹ്യപ്രകാരം വിക്രമാദിത്യൻ്റെ സദസ്സിലെ മുഖ്യ പണ്ഡിതനായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണന് പറയ സമുദായത്തിൽപ്പെട്ട ഭാര്യ പഞ്ചമിയിൽ ഉണ്ടായ ഈ 12 മക്കളെയാണ് പറയിപ്പറ്റ പന്തിരുകുലം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതിലെ ഏക പെൺതരി എന്ന് പറയുന്നത് കാരയ്ക്കലമ്മയാണ്. 4ാമത്തെ കുട്ടിയായ കാരയ്ക്കലമ്മയാണ് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ഏക വനിത എന്ന് പറയുന്നത്. 10ാമത്തെ ആളൊക്കെ ഫേമസ് ആയിട്ടുള്ള ആളാണ്, നമുക്കറിയാം, പെരുന്തച്ചൻ. അതുപോലെ തന്നെ 11ാമത്തെ ആളാണ് വായില്ലാ കുന്നിലപ്പൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 12ാമത്തെ ആളാണ് നമുക്കറിയാം, പാറയൊക്കെ ഉരുട്ടി എന്ത് ചെയ്യുന്നു, ഏറ്റവും മുകളിൽ കൊണ്ടുവച്ചിട്ട് താഴോട്ടിടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ഏറ്റവും അവസാന സന്തതിയായ നാറാണത്ത് ഭ്രാന്തനാണത്. അപ്പോൾ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ഏക വനിത എന്ന് പറയുന്നത് കാരയ്ക്കലമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, പറുദീസയിലെ വിത്ത് എന്നറിയപ്പെടുന്ന വിത്ത് ഏതാണ്? അല്ലെ, പറുദീസയിലെ വിത്ത് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഏലക്കായയാണ് പറുദീസയിലെ വിത്ത് എന്ന് അറിയപ്പെടുന്നത്. പാമ്പുകളുടെ രാജാവ് രാജവെമ്പാല. പാമ്പുകളുടെ രാജാവ് രാജവെമ്പാല. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയതാരാണ്? നമ്മൾ മനസ്സിലാക്കി, ജവഹർലാൽ നെഹ്റു. പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 19. പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ഏക വനിത കാരയ്ക്കലമ്മ. പറുദീസയിലെ വിത്ത് എന്നറിയപ്പെടുന്നത് ഏലക്കായാണ്. പാമ്പുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് രാജവെമ്പാല. അടുത്ത ക്വസ്റ്റ്യൻ, പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് നമുക്കറിയാം ലോക്സഭ സ്പീക്കറാണ്. ഇപ്പോഴത്തെ ലോക്സഭ സ്പീക്കർ ഓം ബിർള. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് ലോക്സഭ സ്പീക്കറാണ്. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. പാർലമെൻറ്റ്, നമ്മുടെ ഭരണഘടനയിൽ ഇത് പഠിക്കുന്നുണ്ട്. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം എന്താണ്? ഏതാണ്? ബ്രിട്ടനാണ്. പാർലമെൻറ്റ് നടപടി ക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആദ്യം ആരംഭിച്ച വർഷം നമുക്കറിയാം, 0 അവർ എന്ന് കേട്ടിട്ടുണ്ടാവും. പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1962. പാട്ന നഗരം സ്ഥാപിച്ചത് ആരാണ്? ഷേർഷാ. ഈ പാട്ന എവിടെയാണ്? ബീഹാറിലാണ്. പാട്ന നഗരം സ്ഥാപിച്ചത് ഷേർഷയാണ്. അപ്പോൾ അടുത്ത ഒന്നുകൂടി മനസ്സിലാക്കാം. പറുദീസയിലെ വിത്ത് എന്നറിയപ്പെടുന്നത് ഏലക്കായയാണ്. പാമ്പുകളുടെ രാജാവ് എന്നറിയത് രാജവെമ്പാലയാണ്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ 0 അവർ അഥവാ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1962. പാട്ന നഗരം സ്ഥാപിച്ചത് ആരാണ്? ഷേർഷയാണ് പാട്ന നഗരം സ്ഥാപിച്ചത്. അടുത്തത്, പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേട്ടിട്ടുണ്ടാവും, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. കേട്ടിട്ടില്ലേ? ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. പാർത്തിയൻ ഭരണാധികാരിൽ ഏറ്റവും പ്രശസ്തനാരായിരുന്നു? ഗോണ്ടോ ഫെർണസ് ആയിരുന്നു പാർത്തിയൻ ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തനായ രാജാവ് ഗോണ്ടോ ഫെർണസ്. പാണ്ഡയുടെ ജന്മദേശം ചൈനയാണ്. പാണ്ഡയുടെ ജന്മദേശം. പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നവയെ നമുക്കറിയാം ജീനുകൾ, അല്ലെ, ജീൻസ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരലിയാണ്. ഹൈദരലിയാണ് പാലക്കാട് കോട്ട നിർമ്മിച്ചത്. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലെ പുനലൂരിനടുത്താണ്. പുനലൂരിനും ആര്യങ്കാവിനും ഇടയ്ക്കാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പാലരുവി വെള്ളച്ചാട്ടം. പാലവംശക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന മതം ബുദ്ധമതമാണ്. പാലവംശക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന മതം ഏതാണ്? ബുദ്ധമതം. അപ്പം പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരലി.
പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലവംശക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന മതം ബുദ്ധമതമാണ്. പാലവംശത്തിലെ ഏറ്റവും മഹാനായ രാജാവായിരുന്നു, ചക്രവർത്തിയായിരുന്നു ധർമ്മപാലൻ. പാലവംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് ധർമ്മപാലൻ. പാവോ ക്രിസ്റ്റാറ്റസ് ഏതു പക്ഷിയുടെ ശാസ്ത്രനാമമാണ്? മയിലിൻ്റെ ശാസ്ത്രനാമമാണ് എന്ത്? പാവോ ക്രിസ്റ്റാറ്റസ്. പാവോ ക്രിസ്റ്റാറ്റസ് എന്ന് പറയുന്നത് മയിലിൻ്റെ ശാസ്ത്രനാമമാണ്. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഗ്യാനി സെയിൽ സിംഗ്. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും, OBC വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഗ്യാനി സെയിൽ സിംഗ്. പിന്നാക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭം ഏത് പേരിൽ അറിയപ്പെടുന്നു? നിവർത്തന പ്രക്ഷോഭം അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭണം എന്നറിയാം. അപ്പോൾ പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭമാണ് ഏത്? നിവർത്തന പ്രക്ഷോഭണം. പിൻകോഡിന് സമാനമായി അമേരിക്കൻ ഐക്യനാടുകളിലുള്ളത് സിപ്പാണ്. സിപ്പാണ് നമ്മുടെ പിൻകോഡിന്, സിപ്പ് കോഡാണ് അവിടെയുള്ളത്. അവിടെ അമേരിക്കൻ ഐക്യനാടുകളിലുള്ളത് നമ്മുടെ പിൻകോഡിന് പകരം സിപ്പ് കോഡാണ്. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് യമുന. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് യമുന. പാവോ ക്രിസ്റ്റാറ്റസ് ഏത് പക്ഷിയുടെ ശാസ്ത്രനാമമാണ്? മയിലിൻ്റെ ശാസ്ത്രനാമമാണ്. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഗ്യാനി സെയിൽ സിംഗ്. പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. പിൻകോഡിന് സമാനമായി അമേരിക്കൻ ഐക്യനാടുകളിൽ സിപ്പ് കോഡാണുള്ളത്. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്നത് യമുനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആര്? പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആരാണ്? കൃഷൻ കാന്ത്. കൃഷൻ കാന്ത് ആണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ സിക്കന്ദർ ഭക്താണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ. പദവിയിലിരിക്കെ അന്തരിച്ച ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ്. ഫിർദൗസി എന്ന കൃതി രചിച്ചത് ഷാനാമയാണ്. ഷാനാമയാണ് ഫിർദൗസി രചിച്ചത്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ മഹാരാഷ്ട്രയിലെ പുനെയിൽ സ്ഥിതി ചെയ്യുന്നു. ഫിനോഫ്തലിന് ആസിഡിൽ നിറം ഇല്ല. ഫിനോഫ്തലിന് ആസിഡിൽ നിറം ഇല്ല. അപ്പോൾ പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി യമുനയാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് കൃഷൻ കാന്ത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ സിക്കന്ദർ ഭക്ത്. പദവിയിലിരിക്കെ അന്തരിച്ച ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ഫിർദൗസി രചിച്ചത് പ്രധാന കൃതിയാണ് ഷാനാമ. ഫിർദൗസി രചിച്ച പ്രധാന കൃതി ഷാനാമ. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഫിനോഫ്തലിന് ആസിഡിൽ നിറമില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പൊതുവിജ്ഞാനം, ഈ ക്ലാസ്സിൽ അവതരിപ്പിച്ച പൊതുവിജ്ഞാനം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. കൂട്ടുകാർക്ക് ചാനലും ക്ലാസ്സുമൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.